ജ്യോതിഷത്തിൽ 12 രാശികളാണ് ഉള്ളത്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നിങ്ങനെയാണവ. ദീർഘവൃത്താകൃതിയിലുള്ള രാശിചക്രത്തിന് 360 ഡിഗ്രിയാണ് ഉള്ളത്. ഇതിനെ 30 ഡിഗ്രി വീതമുള്ള 12 രാശികളായി വിഭജിച്ചിരിക്കുന്നു. ഈ 12 രാശികളിലായാണ് 27 നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു രാശിയിൽ 2.25 നക്ഷത്രങ്ങൾ എന്ന കണക്കിൽ ഗ്രഹങ്ങൾ ഈ 12 രാശികളിലും സഞ്ചരിച്ച് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നു. രാശികളിലെ നക്ഷത്രങ്ങളുടെ സ്ഥിതിയും അവയിലൂടെ ഗ്രഹങ്ങളുടെ ഭ്രമണവും ഭൂമിയുടെയും അതിൽ അധിവസിക്കുന്ന മനുഷ്യരുടെയും ഭാഗധേയത്തെ നിർണയിക്കുന്നു. ഇതാണ് ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം. ചിത്രത്തിൽ കാണിച്ച രീതിയിലാണ് നാം സാധാരണയായി രാശിചക്രം വരയ്ക്കുക. മേടം മുതൽ ആരംഭിച്ച് മീനം വരെയുള്ള 12 രാശികൾ ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആ രാശികളിൽ കൂടി ഓരോ ഗ്രഹങ്ങളും നിശ്ചിത കാലം കൊണ്ട് സഞ്ചരിക്കുന്നു. ജ്യോതിഷത്തിൽ മേടം തുടങ്ങി 12 രാശികൾക്കും ഓരോ അധിപന്മാരുണ്ട്. അവ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ചിത്രത്തിൽ സൂചിപ്പിച്ച രാശിചക്രത്തിൽ നിന്നും ഓരോ രാശിയുടെയും അധിപന്മാരായ ഗ്രഹങ്ങളെ മനസ്സിലാക്കാവുന്നതാണ്. മേടത്തിൻ്റെയും വൃശ്ചികത്തിൻ്റെയും ചൊവ്വ, മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും ശനി എന്നിങ്ങനെ. സൂര്യനും ചന്ദ്രനും മാത്രം ഓരോ രാശികളുടെ മാത്രം ആധിപത്യമാണ് കൊടുത്തിട്ടുള്ളത്. യഥാക്രമം ചിങ്ങത്തിൻ്റെയും കർക്കിടകത്തിൻ്റെയും ഓരോ ഗ്രഹങ്ങൾക്കും ആധിപത്യമുള്ള രാശികൾ അതാത് ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രങ്ങളാണ്. മൂലത്രികോണ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. സൂര്യന് ചിങ്ങം, ചന്ദ്രന് ഇടവം, കുജന് മേടം, ബുധന് കന്നി, വ്യാഴത്തിന് ധനു, ശുക്രന് തുലാം, ശനിക്ക് കുംഭം എന്നിങ്ങനെയാണ് ഗ്രഹങ്ങളുടെ മൂലത്രികോണ ക്ഷേത്രങ്ങൾ. ഗ്രഹങ്ങൾക്ക് സ്വക്ഷേത്രത്തിൽ പകുതി ബലവും മൂലക്ഷേത്രത്തിൽ 3/4 ബലവും ഉച്ചത്തിൽ പൂർണ്ണഫലവും നീചത്തിൽ ശൂന്യഫലവുമാണ്. ബലാധിക്യമുള്ള ഗ്രഹങ്ങൾ ഫലദാന വിഷയത്തിൽ കൂടുതൽ ശക്തന്മാരാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. രാശികളുടെ തരംതിരിവുകൾ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് രാശികളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഒന്ന് നോക്കാം. ഓജരാശികൾ, അതുപോലെ യുഗ്മരാശികൾ. മേടം മുതൽ ഒന്നിടവിട്ടുള്ള രാശികൾ ഓജരാശികൾ അഥവാ പുരുഷരാശികൾ എന്ന് പറയുന്നു. മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നിവയാണ് ഓജരാശികൾ. ഓജരാശികളിൽ ജനിക്കുന്നവർക്ക് പുരുഷ സ്വഭാവങ്ങൾ ഏറിയിരിക്കും എന്ന് സാമാന്യമായിട്ട് പറയാം. യുഗ്മരാശികൾ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം എന്നിവയാണ് യുഗ്മരാശികൾ. ഈ രാശിയിൽ ജനിക്കുന്നവർക്ക് സ്ത്രൈണ സ്വഭാവങ്ങൾ ഏറിയിരിക്കും. ഈ രീതിയിലാണ് ഓജയുഗ്മങ്ങളായിട്ട് രാശികളെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ചര, സ്ഥിര, ഉഭയരാശികൾ. ചരരാശികളായിട്ട് മേടം, കർക്കിടകം, തുലാം, മകരം എന്നീ 4 രാശികളാണ് ഉള്ളത്. സ്ഥിരരാശികളായിട്ട് ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം ഇവയാണ് ഉള്ളത്. മിഥുനം, കന്നി, ധനു, മീനം എന്നീ രാശികൾ
ഉഭയരാശികളാണ്. കോൺ ഭാഗത്ത് നിൽക്കുന്ന 4 രാശികളാണ് ഉഭയരാശികൾ. ശരത്തിന്റെയും സ്ഥിരത്തിന്റെയും ഇടനിലയായിട്ട് വരുന്ന സ്വഭാവമുള്ള രാശിയായിട്ട് ഉഭയരാശികളെ നമ്മൾക്ക് തരംതിരിക്കാം. ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു അടിസ്ഥാനം എന്നുള്ള രീതിയിൽ രാശികളുടെ തരംതിരിവിനെ പറ്റി മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത്. ഇന്നത്തേക്ക് ഇത്രയും മാത്രം. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് കേൾക്കാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം. ചാനൽ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു.